അഭൂതപൂർവമായ സ്നേഹത്തിനുടമയായിരുന്ന ശ്രീ കുര്യൻ്റെ വേർപാടിൽ വാച്യാർത്ഥത്തിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ശ്രീ കുര്യൻ ഞങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര വൈകാരികപരമായ ബന്ധത്തിൽ ഇത് പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ സതീർത്ഥ്യൻ്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും കുടുംബത്തിന് ഈ വിയോഗം അതിൽ ആ വേർപാടിലുണ്ടായ നഷ്ടം അത് ദൈവം അത് താങ്ങാനുള്ള സർവശക്തനതിനുള്ള കഴിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ഈ ആറളം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും ഈ വേദി പങ്കുവെക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, രാഷ്ട്രീയ പ്രമുഖരെ, മാധ്യമ പ്രവർത്തകരെ, ഈ നാട്ടിലെ നല്ല ജനങ്ങളെ, 2-3 ദിവസമായി ഈ കീഴ്പള്ളി പ്രദേശം അഗാധമായ ദുഃഖത്തിലാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കുര്യൻ ചേട്ടൻ്റെ അകാല നിര്യാണം ഈ നാടിനെ ശരിക്കും നടുക്കത്തിൽ അഴ്ത്തിയിരിക്കുകയാണ്. ഈ ഇടവക അംഗമെന്ന നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള പരിചയം വെച്ച് നോക്കുമ്പോൾ മനുഷ്യസ്നേഹിയായ ഒരു നല്ല മനുഷ്യൻ. ഇരട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാൽക്കൺ പ്ലാസയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇരട്ടിയിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരമ്മ വീട് പോലെ എപ്പോഴും ഓടിച്ചെല്ലാവുന്ന ഒന്നാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വികാരിയച്ഛൻ, വേദിയിലെ നേതാക്കളെ, നാട്ടുകാരെ, ആകസ്മികമായി നമ്മോട് വിട പറഞ്ഞ ശ്രീ KC കുര്യൻ്റെ അകാല നിര്യാണത്തിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നത് സാമ്പത്തികമായി വളരെ അടിത്തട്ടിലുള്ള പാവപ്പെട്ടവരാണ്. KC കുര്യൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് പാവപ്പെട്ടവരോടാണ്. ഒരു രോഗിയായി ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വല്ല വിവാഹത്തിന് വല്ല സഹായത്തിന് വേണ്ടി ചെന്നാൽ കാര്യങ്ങൾ വളരെ അധികം ചോദിച്ച് സന്തോഷത്തോടു കൂടി, അല്ലാതെ ഒരു മറ്റു നിലക്ക് കാണാതെ വളരെ സ്നേഹത്തോടു കൂടിയാണ് വേണ്ട നിലയിൽ അദ്ദേഹം സഹായം ചെയ്തു കൊടുക്കുന്നത്. വികാരിച്ച വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും നല്ല ഒരു സഹായിയും നല്ല സുഹൃത്തുമായിരുന്ന ശ്രീ KC കുര്യൻ കാരക്കാട്ടിൻ്റെ ആകസ്മികമായ വിയോഗത്തിൽ ദുഃഖിക്കുന്ന നല്ലവരായ ഈ നാട്ടിലെ ആളുകളോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടിയും പങ്കുചേരുന്നു. അതോടൊപ്പം ഈ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖത്തിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഈ വേർപാട് സഹിക്കാനുള്ള ശക്തി ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ നല്ല മനുഷ്യൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി കിടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹിതരെ, ശ്രീ KC കുര്യനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ഇവിടെ നിൽക്കുന്നവർ, കേൾവിക്കാരായ എല്ലാവരും. അതിനെക്കുറിച്ചാണ് ഇവിടെ പ്രസംഗിച്ച എല്ലാവരും തന്നെ സൂചിപ്പിച്ചത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആറളം മണ്ഡലം പ്രസിഡൻ്റായ കാലഘട്ടം, ആ 70കളിൽ
കുര്യൻ ഉൾപ്പെടെ ഇന്നിവിടെ നിൽക്കുന്ന പല സുഹൃത്തുക്കളും ശ്രീ ജോയിയും അതുപോലെ ഏവയും മീറ്റയും കുഞ്ഞപ്പനും ഒക്കെ ഒരുപിടി സുഹൃത്തുക്കളോടൊപ്പം കീഴ്പള്ളിയിൽ ദിവസവും വന്നാൽ, ഞാൻ കുറച്ച് പേരുടെ പേരെടുത്ത് പറഞ്ഞുള്ളൂ, കുറേയേറെ ആളുകളുണ്ടെന്ന്, ഇന്നത്തെ പോലെയല്ല. ഈ ജംഗ്ഷനിൽ ഞങ്ങൾ മണിക്കൂർ, ഇതുപോലെ വാഹനങ്ങളുടെ പ്രശ്നമില്ലാത്തതുകൊണ്ട് മണിക്കൂറുകളോളം ചിലവഴിക്കാം. ആ സമയങ്ങളിൽ നാടിൻ്റെ വികസനം, ഇന്നത്തെ അവസ്ഥയിൽ ഈ വികസനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം, പാലമോ റോഡോ വൈദ്യുതി ഒന്നുമില്ലാഞ്ഞ ആ കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാർട്ടി തലത്തിൽ നേതൃത്വം കൊടുക്കുന്നതിൽ, അതുപോലെ ഏത് കാര്യങ്ങളിലും ഇന്നത്തെ അവസ്ഥയല്ല കുര്യൻ്റെ അന്നത്തെ, എങ്കിലും പൂർണ്ണമായി ഞങ്ങളോടൊപ്പം. കുര്യൻ ഒരു പ്രത്യേകതയുണ്ട്, നല്ല ശബ്ദമായിരുന്നു. പ്രധാനമായും മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് കുര്യനാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം അദ്ദേഹം പറയാറുള്ളതുപോലെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ വലുതായി. ആ വലുതായപ്പോഴും ആ പഴയകാലം മറക്കാത്ത ഒരു സാമ്പത്തികമായി വളരെ ഉയർച്ച പ്രാപിച്ച വ്യക്തി. അപ്പോൾ ആ മറക്കാത്തതിൻ്റെ ചരിത്രമാണ് ഇവിടെ പ്രസംഗിച്ച പലരും പറഞ്ഞത്. എനിക്കും വളരെയേറെ ബോധ്യമുള്ള കാര്യം, എത്രയോ ആളുകൾക്ക് എന്നെക്കാളേറെ അനുഭവവേദ്യമായ കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിവിടെ പാവങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ വന്നാൽ സാധാരണ പറയാറുണ്ട്, ഒരു 9 മണിയായാൽ പോലും ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റില്ല എന്ന് പറയും. ഞങ്ങൾ കുറേ വിളിച്ചാൽ എടുക്കാതിരുന്നിച്ച് കുറേ കഴിയുമ്പോൾ പറയും പറ്റാഞ്ഞിട്ടാണ്. അത്രയ്ക്ക് ആളുകൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പലതരത്തിലാണ്. അതിൽ പാവപ്പെട്ടവർ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരുപിടി സ്ഥാപനങ്ങൾ, ഒത്തിരി സ്ഥാപനങ്ങൾ, അത് അനാഥാലയങ്ങളായിരിക്കാം, ബാലമന്ദിരങ്ങളായിരിക്കാം, അതുപോലെ പിന്നെ പ്രായമായവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളായിരിക്കും, ഒത്തിരി സ്ഥാപനം, അതുപോലെ പള്ളിയും സ്കൂളും വായനശാലയും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് വെറും നമ്മുടെ ഈ ആർളം പഞ്ചായത്തോ ഇരിട്ടി മേഖലയ്ക്കോ അല്ല, വളരെ അപ്പുറത്തേക്ക്. അപ്പോൾ അതൊരു ഭാഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തതിൻ്റെ, എനിക്ക് തോന്നുന്നു ഈ 3 ദിവസമായി നാം കണ്ട കീഴ്പള്ളിയിലെയും ഇരുട്ടിയിലെയും ചിത്രം, ഇത് എല്ലാവരോടും തെളിവായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ നിന്നും വളരെ ആകസ്മികമായി വേർപെട്ടുപോയ ശ്രീ KC കുര്യൻ്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം എൻ്റെയും അഗാധമായ ദുഃഖവും ഖേദവും രേഖപ്പെടുത്തുകയാണ്. അധ്യക്ഷൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് സർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, വേർപാടിൻ്റെ വേദനയിൽ സ്തബ്ധരായി നിൽക്കുന്ന ഇരിട്ടി മേഖലയിലെ മുഴുവൻ ജനങ്ങളോടുമൊപ്പം കീഴ്പള്ളി പ്രദേശത്തെ ദുഃഖിതരായ നിങ്ങളേവരോടുമൊപ്പം ടൗണിലെ മുഴുവൻ വ്യാപാര വ്യവസായ പ്രതിനിധികൾക്കും വേണ്ടി ഞാൻ ആദ്യമായി ഞങ്ങളുടെ ആദരാഞ്ജലികൾ വിനയപൂർവ്വം അർപ്പിക്കുകയാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രീ KC കുര്യൻ ചേട്ടന്റെ വേർപാടിൽ വേദനിക്കുന്നവരോടൊക്കെ നമ്മുടെ ആശ്വാസം നൽകി, ആശ്വാസവാക്കുകൾ നൽകി അവരെ നമുക്ക് സാന്ത്വനിപ്പിക്കാം. അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥനകളും സഹായങ്ങളും നൽകാം. അദ്ദേഹം തുടങ്ങി വെച്ച നല്ല സംരംഭങ്ങൾ തുടരുക എന്നതാണ് ഇനിയുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ കർത്തവ്യം. പ്രത്യേകിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സ്ഥാപനങ്ങളുടെ എല്ലാം മാനേജ്മെന്റ്, തീർച്ചയായും അവരെല്ലാം ഇദ്ദേഹത്തോടുള്ള, ഈ ശ്രീ KC കുര്യൻ ചേട്ടനോടുള്ള ആദരവും സ്നേഹവും ആ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ വളർത്തിക്കൊണ്ട് നിറവേറ്റട്ടെ. ഈ ആദരവ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷൻ വികാരിയച്ഛൻ, വേദിയിലുള്ള വിശിഷ്ടാതിഥികളായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ കുര്യൻ ചേട്ടൻ ഞങ്ങളെല്ലാവരുടെയും ചേട്ടായിയായിരുന്നു. കാരണം അദ്ദേഹം ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ ഞങ്ങൾ ഒട്ടനവധി നല്ല സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങളുടെ മാർഗദർശിയും ഞങ്ങളെല്ലാം വളരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയത്. കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ ബന്ധുമിത്രാദികൾക്കും
അനുശോചനം ചെയ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കും. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരിച്ചൻ, വേദിയിലെ നേതാക്കന്മാർ, എനിക്ക് കുര്യനെ പരിചയം 19ാമത്തെ വയസ്സിൽ ഞാൻ വെളിമാനം UP സ്കൂളിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടപ്പോൾ വളയങ്കോട് നിന്ന് ഞാൻ നടന്നു വരുന്ന സമയത്ത് KC കുര്യൻ, VS ജോയി, AY തോമസ്, അതുപോലെ തന്നെ പാപ്പച്ചി, BT തോമസ്, അങ്ങനെ അടിച്ച് പൊളിച്ച് സ്കൂളിലേക്ക് പോയിരുന്ന ആ ഗ്രൂപ്പിന്റെ ലീഡറായിരുന്ന കുര്യൻ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിന്റെ ലീഡറായിരുന്ന കുര്യൻ, അദ്ദേഹം അതിനുശേഷം പഠിച്ചു കഴിഞ്ഞ് വിദേശത്തെത്തിക്കഴിഞ്ഞ് 2-3 ഫാക്ടറികൾ സ്വന്തമായി സ്ഥാപിച്ച കുര്യൻ, അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ കഠിനാധ്വാനം ചെയ്തതിന്റെ ആ ഫലം ഇവിടുത്തെ സാധുജനങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച കുര്യൻ. ആരെവിടെ വെച്ച് കണ്ടാലും സ്നേഹത്തോടെ, സൗഹൃദത്തോടെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷമെന്ന്, എന്തൊക്കെയുണ്ടോ വിശേഷമെന്ന് ഇരുവശത്തുമുള്ള ജനങ്ങൾ ചോദിച്ച് അവരുടെ പ്രശ്നങ്ങളിലേക്ക് അതിന് അദ്ദേഹത്തെ അദ്ദേഹം കഴിയുന്നത് പോലെ സഹായിച്ച കുര്യൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ന് ഉണ്ടായിരുന്ന ആശയങ്ങളുടെ ആവിഷ്കാരമാണ് ഫാൽക്കൺ പാസിംഗ്. ഏറ്റവും അവസാനമായി അവിടെ നിർമ്മിക്കപ്പെട്ട, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടല്ലോ, ശ്രീ VT മറ്റാണ്. എനിക്കുമൊക്കെ ബോധ്യമുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഈ പ്രദേശങ്ങളിലും ഉണ്ടാക്കുന്നതിനുള്ള ആശയങ്ങൾ ആവിഷ്കരിച്ച് കൊണ്ടിരുന്ന കുര്യൻ. ആശയങ്ങളുണ്ട്, ആദ്യമേ വേണ്ടത് ആശയമാണ്. ആശയത്തോടുകൂടി സമ്പത്ത് ചേരുന്നു, സമ്പത്തോട് കഠിനാധ്വാനം ചേരുന്നു, ആത്മാർത്ഥത ഉണ്ടാകുന്നു. അപ്പോഴാണ് ഏത് പ്രോജക്റ്റും ജനിക്കുന്നത്. ഒരു ഉദയസൂര്യനായി പ്രശോഭിച്ച കുര്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് കഴിഞ്ഞ 3 ദിവസമായി ഇരട്ടയിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇന്നത്തെ ശവസംസ്കാര ചടങ്ങിലുമൊക്കെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിയ കുര്യൻ. ആ കുര്യൻ്റെ അകാല നിര്യാണത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കുടുംബത്തിന്, പ്രത്യേകിച്ച് കാരക്കാട്ട് ചാക്കോച്ചേട്ടൻ, പരവസമ്മ, മക്കൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, സഹോദരിമാർ, അവർക്കെല്ലാം നേർ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം കുര്യൻ്റെ പ്രോജക്റ്റുകൾ തുടർന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് നടത്തുവാൻ ജഗദീശൻ കാരുണ്യം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തി അനുശോചന ഇവിടെ സമാപിക്കുന്നു.